ഹലോ ഹായ് നമസ്കാരം. ഞാൻ അഭിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പം ഞാൻ സാധാരണ 6 മണിയാകുമ്പോഴാണ് എഴുന്നേക്കാറുള്ളത്. പക്ഷേ ഇന്നൊരു 5:45 ആകുമ്പോഴേക്ക് എഴുന്നേറ്റു. കാരണം ഇന്ന് പണികളൊക്കെ തീർത്തിട്ട് പിള്ളേരെയും കൊണ്ട് അമ്പലത്തിലൊന്ന് പോകണം. ഇന്ന് എൻ്റെ ഇളയ മക്കളുടെ കേശുവിൻ്റെയും കുഞ്ഞിയുടെയും 3ാമത്തെ ബർത്ത്ഡേ ആണ്. ജൂലൈ 23, 2025. അപ്പം അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കുറച്ചൊന്ന് നേരത്തെ എഴുന്നേറ്റു. എന്നിട്ട് വേഗം കഞ്ഞിക്ക് വെള്ളം വെച്ചു. റൈസ് കുക്കറിലാണ് ചോറ് വെക്കാറുള്ളത്. പക്ഷേ വേവ് കുറച്ച് കൂടുതലുള്ള അരി, അപ്പോൾ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ തലേന്ന് വെച്ച കറി ഇരിപ്പുണ്ടായിരുന്നു, രാത്രി വെച്ച കറിയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചു. പിന്നെ ആദ്യം നമ്മുടെ പരിപാടി റേഡിയോ ഓണാക്കൽ എന്നുള്ളൊരു കാര്യമാണ്. റേഡിയോ രാവിലെ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ന്യൂസുകളും എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റില്ല. നമുക്ക് ന്യൂസുകൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നല്ല പാട്ട് കേൾക്കാം. ഇപ്പോൾ കർക്കിടക മാസമായതുകൊണ്ട് രാമായണം വായിക്കലുണ്ട്, അപ്പോൾ അത് കേൾക്കാം. അങ്ങനെ അത് വെച്ചിട്ടാണ് പണി തുടങ്ങുക. എല്ലാ ദിവസവും എന്നിട്ട് വന്നാൽ വേഗം റേഡിയോ ഓണാക്കും കേട്ടോ. കഞ്ഞിക്ക് വെള്ളം വെച്ചേക്കും, റേഡിയോ ഓണാക്കും. അതാണ് ഫസ്റ്റത്തെ കാര്യം ചെയ്യുന്നത്. അങ്ങനെ കറിയൊക്കെ തിളപ്പിച്ച് വെച്ചു. പിന്നെ ഡെയിലി രാവിലെ ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്തതിന് ശേഷം എനിക്ക് വിശക്കും പെട്ടെന്ന്. അപ്പം തന്നെ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കഴുകുക എന്നല്ലാതെ ബ്രഷ് ചെയ്യാൻ നിൽക്കാറുണ്ടാവില്ല. പക്ഷേ ഇപ്പം എഴുന്നേറ്റ് വന്നപടി ബ്രഷ് ചെയ്യും. എന്നിട്ട് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ട് പോയി ബ്രഷ് ചെയ്യും. അത് കഴിഞ്ഞ് വന്നിട്ട് 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാരെ വെള്ളം എടുത്ത് കുടിക്കും. അതാണ് ഇപ്പോഴത്തെ റൊട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, തടി ഒന്ന് കുറയ്ക്കണം. അപ്പം ചിക്കൻ ഉണ്ട്. അപ്പോൾ കാശിക്ക് സ്കൂളിലേക്ക് ചിക്കൻ വറുത്തതും ചോറും തോരനും തൈരൊക്കെയാണ് കൊടുത്ത് വിടുന്നത്. അപ്പം ചിക്കൻ ഫ്രീസറിലിരുന്ന കാരണം അതൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ അടുത്തതായിട്ട് ഒന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുകയാണ്. വെള്ളമൊക്കെ തിളപ്പിച്ച് ഇടിയപ്പത്തിന് വേണ്ട കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ചോറ് മട്ട ആയതുകൊണ്ട് തന്നെ സാധാരണ 2 പ്രാവശ്യം വെക്കുന്നത്. ഇപ്പം ഞാൻ ഡയറ്റിലായതുകൊണ്ട് ചോറ് ഒഴിവാക്കി. അപ്പം ഒരു നേരം വെക്കുന്നുള്ളൂ. ഒരു നേരം തന്നെ എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ളത് അങ്ങ് വെക്കും. പിന്നെ 2 മണി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പണി തീരണ്ടേ എപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ വെള്ളം തിളച്ചിട്ട് നമ്മൾ പൊടിയെടുത്തു. അപ്പോൾ ഉച്ചക്കത്തേക്കും അതുപോലെ തന്നെ രാവിലത്തെ സ്നാക്സ് ഉണ്ടാക്കുന്നത് വൈകിട്ടത്തേക്കും കൂടെ കണക്കാക്കിയാട്ടോ ഉണ്ടാക്കാറുള്ളത്. എന്ന് വെച്ചാൽ പിള്ളേർ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഞാൻ അത് തന്നെയാണ് അവർക്ക് കഴിക്കാൻ കൊടുക്കാറുള്ളത്. എൻ്റെ മോനും ഉണ്ടാവും, അതുപോലെ തന്നെ ചേച്ചീൻ്റെ പിള്ളേരുണ്ടാവും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വിശപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ രാവിലത്തെ സ്നാക്സ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാകും. എന്നിട്ട് അത് തന്നെ ചിലപ്പോൾ ഇടിയപ്പാണെങ്കിൽ ഞാനതൊരു ഫ്രൈഡ് റൈസ് പോലെ സെറ്റാക്കിയിട്ട് അത് കൊടുക്കും. അല്ലെങ്കിൽ പുട്ടാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ അങ്ങ് വാരി കൊടുത്തേക്കും. അല്ലെങ്കിൽ അവർ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് 3 പേരും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇടിയപ്പത്തിന് വേണ്ടി പൊടിയൊക്കെ കുഴച്ച് എല്ലാം സെറ്റാക്കി. അപ്പം കുറച്ച് കൂടുതൽ തന്നെ ഞാനിന്ന് പൊടി എടുത്തിട്ടുണ്ട്. വൈകിട്ട് ഇടിയപ്പത്തിൻ്റെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെന്താ, ഇതൊക്കെയാണ് രാവിലത്തെ തിരക്കുകൾ. പിന്നെ ചായ കുടിക്കുന്ന പരിപാടി ഇല്ല, എനിക്ക് ചായ കാപ്പി കുടിക്കാറില്ല. അതുകൊണ്ട് പിന്നെ ആ പണികളില്ല. പിന്നെ ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ക്യാബേജ് തോരനൊക്കെ എനിക്ക് ഉച്ചക്കത്തേക്ക് മാത്രം ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വൈകിട്ട് നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു. ചോറ് തിളപ്പിച്ച റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ആ അടുപ്പിലേക്ക് തോരൻ വെക്കാനുള്ള പാത്രം വെച്ചു. അപ്പോൾ കുടിക്കാൻ വേണ്ടി വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തൊരടുപ്പ് പണിതിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അവിടെ മുകളിൽ ഷീറ്റ് ഇടണം. അപ്പോൾ ആ ഷീറ്റും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. ക്യാബേജ് തോരൻ വെച്ചു അടുപ്പത്ത്. പിന്നെ ഇടിയപ്പത്തിന് പഴയതും പുതിയതായിട്ട് കുറച്ചധികം തട്ടുകൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, 6 തട്ടിലും അങ്ങോട്ട് നിറച്ച് വെച്ചേക്കും. അതാകുമ്പം പിന്നെ 3-3 2 ട്രിപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ പരിപാടികൾ പെട്ടെന്ന് കഴിയുമല്ലോ. മറ്റേ നമ്മൾ ഓരോന്നാക്കി കുറേ ടൈം എടുക്കൂല്ലേ. അപ്പം അങ്ങനെ ചെയ്തു. അപ്പം പിന്നെ എന്താ പറയുക, കാശീന്ന് ഒരു 7 മണി 7:30 ആകുമ്പോഴേക്ക് ഞാൻ ചെന്ന് കാശീനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഹാളിൽ ഏട്ടനും കേശനും, റൂമിൽ ഒരു ബെഡിൽ ഞാനും കുഞ്ഞും, ഒന്നിൽ കാശുമാണ് കിടക്കാറുള്ളത്. അപ്പം ഇപ്പോൾ കിടക്കാൻ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ കേശനെ കൊണ്ടുപോയി അകത്ത് കിടത്തും. ഇല്ലെങ്കിൽ അവൻ തണുപ്പൊക്കെ അല്ലേ, കുഞ്ഞിയുടെ അടുത്ത് കൊണ്ട് കിടന്നു. അപ്പോൾ 2 പേരും കൂടെ അങ്ങ് കിടന്നുറങ്ങിക്കോളും. അങ്ങനെ കാശീനെ 8:30 ആകുമ്പോഴേക്ക് സ്കൂൾ വിട്ടു. കാശി പോയി കഴിഞ്ഞപ്പം തന്നെ ഏട്ടനും പോയി. അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏട്ടനും പോകാനായപ്പോഴേക്ക് തന്നെ കേശൻ എഴുന്നേറ്റു. അപ്പം കേശനെ എഴുന്നേൽപ്പിച്ച് അവന് ബ്രഷ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അമ്മ ബ്രഷ് ചെയ്യാൻ കൊടുത്തപ്പോഴാണ് അമ്മ വന്നത്. അങ്ങനെ പിന്നെ അമ്മയാണ് അവനെ ബാക്കി നോക്കിയത്. കഴിഞ്ഞ് ഞാൻ ചെന്ന് കുഞ്ഞിപ്പെണ്ണിനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന അവളെ കുറച്ചധികം കഷ്ടപ്പെട്ടു എഴുന്നേൽപ്പിക്കാൻ. രാത്രി ഉറക്ക് ആൾക്ക് കുറച്ച് പുറകോട്ടാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. 10 മണിയൊക്കെ കഴിയും കുഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ. അത്യാവശ്യം കുറച്ച് നേരത്തെ എഴുന്നേൽക്കും. അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും അവൻ പെട്ടെന്ന് ഉറങ്ങും. അവൾ കിടന്നാലും ഉറക്കം വരാൻ ഒരുപാട് ടൈം എടുക്കും കുഞ്ഞിക്ക്. അപ്പം നല്ല ഉറക്കിലായിരുന്നു പാവം. പിന്നെ ഞാൻ കുത്തി പൊക്കി മെല്ലെ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു. ഇത് തന്നെ കാത് പഴുത്ത് വന്നതാണ് മോളെ. കമ്മലിട്ടിട്ടുണ്ടായിരുന്നു. കമ്മൽ ഒരു ദിവസം നോക്കുമ്പോൾ പെട്ടെന്നുണ്ട് പഴുത്തിരിക്കുന്നു. 2 കൊല്ലത്തോളമായി കാത് കുത്തിയിട്ട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ പഴുത്ത് വന്നപ്പോൾ ഞാൻ കമ്മൽ ഊരി. ഇപ്പം കാത് ഒരു ദിവസം കുറവുണ്ടെങ്കിൽ 2ാമത്തെ ദിവസം പിന്നെ അത് തന്നെ പഴുത്ത് വരികയാണ്. അപ്പം ആൾക്ക് പെയിനുണ്ട്, ഡോക്ടറെ അടുത്ത് പോകാൻ. ഇങ്ങനെ ഓരോരോ തടസ്സങ്ങളും മഴയും ഓരോന്ന് കാരണം പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഭയങ്കര പനിക്കാരൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മടിച്ച് നിൽക്കണം. അപ്പോൾ കേശൻ്റെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2 പേരെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് റെഡിയായി. ഞാനും ഇതാ റെഡി ആവുകയാണ് അമ്പലത്തിൽ പോകാൻ. അപ്പം അമ്മയും ഞാനും പിള്ളേരും കൂടെയാണ് പോകുന്നത്. കുഞ്ഞിക്ക് 2-3 ഉടുപ്പ് മാറിയിട്ടെങ്കിൽ അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവന്ന ഉടുപ്പുണ്ടായിരുന്നു. അവൾക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് ഇങ്ങനെ പറ പോലെ നിൽക്കുന്ന ഇങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടാകുന്ന ഉടുപ്പുകളില്ല, അതാണ് കുഞ്ഞിക്ക് ഇടാൻ ഇഷ്ടം. എനിക്കും അങ്ങനെ തന്നെയാട്ടോ ഇഷ്ടം. അപ്പം ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ചിട്ട് ഞാനും അമ്മയും മക്കളും കൂടെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്നപ്പം ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. അവർ കൈ വിട്ടിട്ടൊന്നും നടന്നില്ല. അപ്പം നട അടച്ചിരിക്കരുത് പൂജയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം കുറച്ച് ടൈം പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടിരുന്നു. അപ്പം അമ്മ പോയി കസേരയിലിരുന്നു. കേശനും അവിടെ വേഗം കയറിയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ അവിടെ കിടന്ന് ഭയങ്കര ഓട്ടം. അവിടെ എന്താ പറയുക, നമ്മുടെ ഒരു ചെറിയൊരു മണ്ഡപമല്ല, ഒരു ചെറിയ സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മേലെ കയറി അവിടുന്ന് ചാടുക. പിടിച്ചാൽ കിട്ടാത്ത കുട്ടി കുറുമ്പുകളായിരുന്നു 2 പേരും കൂടെ. കുഞ്ഞ് പിന്നെ ഒരു ശ്രദ്ധ ഉണ്ട് ഇറങ്ങുമ്പോഴും ചാടുമ്പോഴൊക്കെ. കേശന് പിന്നെ അതില്ല. കേശന് അമ്മ വാങ്ങിച്ചു തന്ന ഉടുപ്പാണ് ഇട്ടത്. ഞങ്ങളെ ബർത്ത്ഡേ ഡ്രസ്സ് ഇതല്ല, കേക്ക് കട്ടിങ്ങിന് വേറെ ഉണ്ട്. ഇത് അമ്മ വാങ്ങിച്ചതായിരുന്നു. അപ്പം മോനത് ഇട്ടു. അത്യാവശ്യം വഴുക്കലും മഴയും വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അമ്പലം ചുറ്റുമ്പോൾ. പിന്നെ അവിടുന്ന് മെല്ലെ നടന്ന് ഞാനും അമ്മയും കുഞ്ഞും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിള്ളേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. നിന്ന് തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കുഞ്ഞി അത്യാവശ്യം നിൽക്കും, പക്ഷെ കേശൻ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞിക്ക് ഈ ഉടുപ്പും അധികം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇത് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ 2 കൂടെ പോയി വാങ്ങിച്ചതാണ്. അപ്പോൾ അവൾക്ക് ഇതിലും കുറച്ചുകൂടെ കറക്കം വേണം എന്നുള്ളൊരു മൂടാണ്. 2 പേരും കുടുക്കയിൽ പൈസ ഇടലും എല്ലാം ഭയങ്കര തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മേൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില്ലറയൊക്കെ വാങ്ങിച്ചിട്ട് അവരെല്ലാം കുടുക്കയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. മഴ ആയതുകൊണ്ട് ഇവരെയും എടുക്കുമ്പോൾ ബാഗും എല്ലാം കൂടെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അമ്മേൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ വാങ്ങിയവരും ഭണ്ണാരത്തിലിട്ടാണ്. അപ്പോൾ കേശനോട് ഓടല്ലേ ചാടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആൾക്കൊരു കൂസലും ഇല്ല. നല്ല തെന്നലുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ ഒരുവിധം പിടിച്ചങ്ങ് നടത്തിപ്പിച്ച്. കുഞ്ഞുങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം അമ്പലത്തിൽ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, തിരക്കുണ്ടായിരുന്നില്ല. സ്വസ്ഥമായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് നന്നായിട്ട് പോകുന്നു. അപ്പോൾ വീട്ടിൽ എത്തിയതിന് ശേഷം എനിക്ക് ഒന്ന് കടയിലൊക്കെ പോകാനുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവർ വന്നതിന് ശേഷം കുറച്ചുകൂടെ അവർക്ക് പഴം കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വേഗം കടയിലേക്ക് പോയി. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഹറിബറി തിരക്കുകളായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് വീഡിയോയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വന്ന് അവർക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വൈകിട്ടാവാൻ നേരത്ത് നമ്മുടെ പായസ പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ 2 കവർ പാലയൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 2 പാക്ക് അടയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പായസം ഉണ്ടാക്കി. പിന്നെ രാത്രി എന്തായാലും കേക്ക് കട്ടിങ് ഉണ്ടല്ലോ, അപ്പോൾ കേക്ക് കട്ടിങ്ങും പായസം കൂടി എല്ലാം കൂടെ ഒന്നിച്ച് വേണ്ട എന്നുള്ളൊരു കാര്യം കൊണ്ട് പായസം കുറച്ച് നേരത്തെ ആക്കിയിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ചേച്ചിയും ചേട്ടനും എൻ്റെ ഹസ്ബൻഡൊക്കെ വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുത്തു. എനിക്ക് നല്ല ഇങ്ങനെ പായസം ഇങ്ങനെ നന്നായിട്ട് കുറുകിയിരിക്കണം, അതാണ് എനിക്കിഷ്ടം. മിൽക്ക് മെയ്ഡോ മറ്റു കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പരിപാടി ഡെക്കറേഷൻ ആയിരുന്നു. അപ്പം ഞാനും ചേച്ചിയുടെ മോളും പിന്നെ ചെറിയ ചേച്ചിയുടെ 2ാമത്തെ മോളും എൻ്റെ മോനും എല്ലാവരും കൂടെ ബലൂണൊക്കെ വീർപ്പിച്ച് എല്ലാവരും വരുമ്പോഴേക്കും ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ഒരുവിധം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബലൂണും അതുപോലെ തന്നെ അങ്ങനെ 2 കർട്ടൻ സംഭവങ്ങളും ഹാപ്പി ബർത്ത്ഡേയും 2 സ്റ്റാറിൻ്റെതും ഇത്രയായിരുന്നു ആ ഒരു ബലൂണിൻ്റെ പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു എമൗണ്ട്, അതായത് 260 റുപ്പീസോളം ആയിട്ടോ അതിന്. പക്ഷേ ഞാൻ ഓർക്കുന്ന അടുത്ത തവണ തൊട്ട് ഹാപ്പി ബർത്ത്ഡേ ഞാൻ തന്നെ ചെയ്യാമെന്നുള്ളത്. ഞാനിപ്പോൾ ഈ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് കുറച്ച് ഈസി ആയിരിക്കും അതെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ സെറ്റ് ചെയ്യട്ടെ. ഇത് മോൻ ഞാൻ അറിയാതെ എടുത്ത വീഡിയോ ആണ്, എൻ്റെ പന്നക്കോലാണിത്. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു. ഹാപ്പി ബർത്ത്ഡേ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഞാനും മോളും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
ഏകദേശം ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തത്. ഇതിൽ കുറേ ബലൂൺ ഞങ്ങൾ കട്ട് ചെയ്യാനാകുമ്പോഴേക്കും അവർ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഉള്ളത് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ പായസം എല്ലാവർക്കും കൊടുത്തു. പായസം കണ്ടോ, നല്ല അടിപൊളി, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു പായസം കാണാൻ വേണ്ടി. അപ്പോൾ ചേച്ചി അളിനൊക്കെ വരുമ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ വേഗം പായസം കൊടുത്തു. അപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സമയം കൊണ്ട് ഞാനും റെഡിയായി, കുഞ്ഞിനെയും ക്യാഷിനൊക്കെ റെഡിയാക്കി. അപ്പോൾ മേശയൊക്കെ എടുത്ത് വെച്ച് ബാക്കിയും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അവർ അതിൽ നടന്നത് വലിക്കലും പിടിക്കലൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളത് ഒരുവിധം പറഞ്ഞ് ഇരുത്തി സെറ്റാക്കി എടുത്തു. കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് മേശ സെറ്റ് ചെയ്താണ് ഇത്. അപ്പം പിന്നെ അവരൊരു 8 മണിയൊക്കെ കഴിഞ്ഞ് 8:30 ആയി എത്തുമ്പോൾ, 8:30 മണി അവനായി അവരെത്തുമ്പോൾ. അവരോട് വരുമ്പോൾ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടൊക്കെ പേയ്മെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവരോട് വരുമ്പോൾ കേക്ക് വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ വരുമ്പോൾ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിനുശേഷം ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങി. ഇതൊക്കെ സെലിബ്രേഷൻ തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ കേക്ക്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് കേക്ക് കട്ട് ചെയ്തത്. ചേച്ചീൻ്റെ മോളും എൻ്റെ മൂത്താളൊക്കെ ഉണ്ടായിരുന്നു. കേശനും കാശിക്കും ഒരേപോലത്തെ ഉടുപ്പായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ രണ്ടും സെയിം കളറ്. കേശൻ്റെ സെയിം കളറ് കാശിക്കും കിട്ടിയില്ല. കാശീൻ്റെ ഡ്രസ്സിൻ്റെ നോക്കാമെന്ന് വെച്ചപ്പോൾ അത് കേശൻ്റെ സൈസിലുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് കളർ ചെറിയൊരു വ്യത്യാസത്തിലാണ് എടുത്തത്. രണ്ടുപേർക്കും ഒരേപോലത്തെ കളറ് നോക്കി വരുമ്പോൾ നമുക്ക് അതിന് മാത്രം സെലക്ഷൻസ് കിട്ടുന്നില്ല. ഇപ്പോൾ കുഞ്ഞിക്ക് ഈ ഉടുപ്പ് അത്ര അങ്ങ് ബോധിച്ചിട്ടില്ല. എൻ്റെ ഏട്ടനൊരു വൈറ്റിലൊരു വേറൊരു ഡിസൈനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ എല്ലായിടത്തും ഇത് മതി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിങ്ങനെ ഭയങ്കര പറ പോലെ നിൽക്കുന്ന കുഞ്ഞുങ്ങളിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകുന്ന അങ്ങനത്തെ ഉടുപ്പുകളോടാണ് എനിക്ക് താല്പര്യം. അതേ താല്പര്യം തന്നെയാണ് കുഞ്ഞിക്കുള്ളത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ തീരുമാനിച്ചു. അപ്പം ഇതാണ് കേശന് ഏട്ടൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ്. അപ്പോൾ ഇതിൽ കാശിയായിരുന്നു കളി. കാശിക്ക് ഒരു കാറും വാങ്ങിച്ചേട്ടൻ, കേശന് ഇതാണ്ടേ ഈ ഒരു വീല് അതാ വാങ്ങിച്ചത്. അപ്പോൾ കേശന് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കുഞ്ഞിക്ക് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു ബൊമ്മയായിരുന്നു, ഒരു പാവക്കുഞ്ഞ്, നല്ല ഭംഗിയുള്ളൊരു പാവക്കുഞ്ഞ്. ഞാൻ 2 മൈക്ക് പോലത്തെ 2 സംഭവങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു, ടോയ്സ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അൽസാജ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഈ അടുത്ത് തുടങ്ങിയതാണ്, നമ്മുടെ ഗോശ്രീ പാലത്തിനടുത്തായിട്ട് എറണാകുളത്ത്. അപ്പോൾ അവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുഡായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു, ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പുട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. എല്ലാവരും ഡയറ്റിലാണ്, ഷുഗർ കട്ടാണ്, പക്ഷേ എല്ലാവരും എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമല്ലോ. അപ്പം ഞങ്ങളൊരു ചെറിയ പുട്ട് ഐസ്ക്രീം വാങ്ങിച്ചു, അതും കഴിച്ചു. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു അവിടെ. പുട്ട് ഐസ്ക്രീമും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് അത് കഴിച്ച് തീർത്തത്. പിള്ളേർ അവിടെ മുഴുവൻ ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 11 മണിയൊക്കെ ആവാനായി ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ട് വേഗം, മഴയായത് കാരണം എവിടെയും പോകാനോ ഒന്നും നിന്നില്ല, നേരെ വീട്ടിലേക്ക് തന്നെയാണ് റിട്ടേൺ പോകുന്നത്. അപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ ബാക്കി കുറച്ച് എന്താ പറയുക, ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അത് പാർസൽ വാങ്ങിച്ചു വെച്ചാൽ വീട്ടിലൊരു പട്ടിയുണ്ട്, അപ്പോൾ അവന് കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങളത് പാർസൽ വാങ്ങിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ഫോട്ടോസാണ് ഉള്ളത്. ബർത്ത്ഡേൻ്റെ അന്ന് അവിടെ നിന്ന് എടുത്തതും അമ്പലത്തിൽ പോകുമ്പോൾ എടുത്തതും ഒക്കെ കൂടി ആയിട്ടുള്ള മക്കളുടെ കുറച്ച് ഫോട്ടോസ്. പക്ഷേ തലേ ദിവസം ഞാൻ കുറച്ചൊരു ഫോട്ടോഷൂട്ട് പോലെ പിള്ളേർ 2 പേരും കുറച്ചധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 പേരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നതേ ഉണ്ടായില്ല, ഒരുവിധം ഒപ്പിച്ചെടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ വിഷ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ, ശുഭാപ്തി വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. ബൈ.